अर्जुन के साथ सफर कर। ഇന്ന് നമ്മൾ കാണുന്നത് ഹൈദരാബാദ് ട്രിപ്പിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ്. ഇനിയും ഇത് തീർന്നില്ലേന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഇതോടെ ഞാൻ നിർത്തിക്കോളാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് രാമോജി ഫിലിം സിറ്റിയിലെ മൂവി മാജിക് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് കിടക്കുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാമോജി ഫിലിം സിറ്റിയിൽ രാവിലെ 9 മണിക്കൊക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അതിൻ്റെ സമയത്ത് കണ്ട് തീരുള്ളൂ. അപ്പോൾ നമ്മളിതാ ഒരു ഓപ്പൺ ട്രെയിനിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വേഗം വന്നുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. അപ്പോൾ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിതാ പോവുകയാണ്. अर्जुन के साथ सफर करते हैं फिल्मी दुनिया का। നല്ല രസമാട്ടോ അത് പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണാൻ. ചില സമയത്ത് അങ്ങ് ഫുള്ള് ഇരുടാകും. നല്ല രസമുണ്ട്. ശരിക്കും നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു ഇത്. നമുക്കിതിലെയോ തീരരുതേ എന്ന് തോന്നിപ്പോകും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോകുന്ന സമയത്ത്. ശരിക്കും ഇത് 4:30 വരെ മറ്റേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവരിത് മിസ് ചെയ്യരുത്. നമുക്ക് ശരിക്കും ബോത്തായിട്ടുള്ളൊരു സംഭവമാണ്. ഡോളുകളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായി മുഖം കാണാനായിട്ട്. അടിപൊളിയാണ് ശരിക്കും. ഇന്ത്യയിലാണോ എന്ന് തോന്നും, സംശയം തോന്നും. നമ്മൾ ഉള്ളിൽ കൂടെ പോകുമ്പോൾ വേറെ ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെ തോന്നും. പിന്നെ ശരിക്കും നമ്മൾ കഴിഞ്ഞു എന്ന് വിചാരിക്കും, പക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെയും ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞു. ശരിക്കും ഒരു ഫാൻറ്റസി വേൾഡിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നല്ല രസമുണ്ടായിരുന്നു. മിസ് ചെയ്യരുത് ഇവിടെ വരുന്നവർ ഈ ഒരു കാര്യം. നമ്മളിതൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഉടയവൻ ആരാണ് എന്നറിയാൻ ഒരു ആഗ്രഹം തോന്നും. ആ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഷോ കാണിച്ചു തരും. ഇതാണ് രാമോജി റാവു, രാമോജി ഫിലിം സിറ്റിൻ്റെ ചെയർമാൻ. പിന്നെ നമ്മൾ കാണുന്നത് ഫിലിം എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ട് എന്നുള്ള അതിൻ്റെ ഒരു ഡെമോയാണ്. നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആരെങ്കിലും വിളിക്കും. അങ്ങനെ 3 പേര് പോയിട്ടുണ്ട്. അവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് അവരെ ആ ബൈക്കിൻ്റെ മുകളിലൊക്കെ ഇരുത്തും. എന്നിട്ട് അവരോട് അഭിനയിക്കാനായിട്ട് പറയുകയാണ്. അതായത് അവർ കള്ളന്മാരാണ്, 3 കള്ളന്മാരാണ്. അവരെ ചേസ് ചെയ്തിട്ട് വേറെ ഗുണ്ടകൾ വരുന്നുണ്ട്. ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കണം, പേടിച്ചിട്ട് വേണം അങ്ങനെ ഓടിക്കാനായിട്ട് പറയും. ഇത് അഭിനയിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അവർ നന്നായിട്ട് അഭിനയിക്കും. അല്ലാത്തവർ ചെറുതായി ചിരിച്ചൊക്കെ ഇരിക്കുക ആണെങ്കിൽ നമുക്കത് ഫിലിമായിട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും കേട്ടോ. അത് നമുക്കൊന്ന് ജസ്റ്റ് അത് കാണാം. ഇതുണ്ട്, ഇതിങ്ങനെ ഇളകാൻ പറയും അവർ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും ഇങ്ങനെ ഇളകാനായിട്ട് പറയും. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ 2 പേര് കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. ഒരാൾ കുറച്ച് ചിരിച്ചിട്ടാണ്, ഒരു ചമ്മലുണ്ട് അവർക്ക്. ഇത് നമുക്കൊക്കെ ഒരു എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ ഒരു ചമ്മലായിരിക്കില്ലേ. അപ്പോൾ അത് സ്ക്രീനിൽ ഫിലിമാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ 3 പേര് നമ്മുടെ ഇടയിൽ നിന്ന് പോയ 3 ആൾക്കാരാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം ഒറ്റ സീനാണ്. പിന്നെ വേറെ സീൻ വരുമ്പോഴത്തേക്കും ബൈക്ക് ഫ്രണ്ടിലും ഒരു ബൈക്ക് പുറകിലും ഒക്കെ ആയിട്ടൊക്കെ കാണിക്കുമ്പോഴും പുറകിൽ ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കയറുന്നത് സ്പേസ് യാത്ര എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് സ്പേസിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു റൂമിലേക്ക് കയറ്റി 6D ഒക്കെ പോലെ നമുക്കിങ്ങനെ കാണാൻ. പക്ഷെ അത് അത്രയും അങ്ങോട്ട് എഫക്റ്റീവായിട്ട് തോന്നില്ല കേട്ടോ. അതിനെ കഴിഞ്ഞൊക്കെ നല്ല 9D ഒക്കെ ഉണ്ടല്ലോ, അത് കുറേ കൂടെ നമുക്കൊരു എഫക്റ്റീവായിട്ട് തോന്നും. ഇത് പക്ഷേ സൗണ്ടൊക്കെ അത്രയും അങ്ങോട്ടൊരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ ഫിലിമിലൊക്കെ സ്റ്റണ്ട് ചെയ്യുന്നതിൻ്റെ, അത് ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ ഉള്ള ഒരു സ്റ്റണ്ടിൻ്റെ സീനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഷൂട്ടിംഗ് അല്ല. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ അഭിനയിക്കുന്നതാണ്. സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയുള്ളതിലൊക്കെ ചെയ്യും. ചെറിയ ചെറിയ റോളുകൾ കിട്ടും അവർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ഇവിടെ തന്നെ നിൽക്കണമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുമ്പം അവർക്ക് ഇവിടെ ഫിലിം ഷൂട്ടിങ്ങൊക്കെ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും റോളൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് ഇങ്ങനത്തെയുള്ള ഷോകളൊക്കെ ഇവിടെ കാണിക്കും. അങ്ങനെ അങ്ങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ.
പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് വേറൊരു ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ. അതൊരു ഇല്യൂഷനാണ്. അതിൻ്റെ ഒരു ശരിക്കും ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അവിടെ നിൽക്കണ പോലെ തോന്നും. അതുപോലെ ചിക്കു റെഡ് കാർപ്പറ്റിലൊക്കെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ്, ഒരു ചുമ്മാ ഒരു രസം. ഇതിൻ്റെ പേര് ഐല്യൂഷൻ എന്നാണ് കേട്ടോ, ഒരു ഇല്യൂഷൻ എന്നുള്ള പോലെ. ഇങ്ങോട്ടേക്കും അതേപോലെയുള്ള ഓരോ സെറ്റുകളൊക്കെയാണ് കേട്ടോ. സംഭവം തന്നെ കേട്ടോ, കാണാൻ അത്രമാത്രം ഉണ്ട്. പിന്നെ അതുപോലെ ഇതൊരു കൊട്ടാരത്തിൻ്റെ സെറ്റാണ്. നല്ലതാരം കസാരയല്ല, സിംഹാസനം ഇരിപ്പുണ്ട്. ഞാനൊന്ന് കയറി ഇരിക്കുകയാണ്. കൊള്ളാം കേട്ടോ. മകിഴ്മതി സാമ്രാജ്യം ഒന്നും ഭരിച്ചാലോ, നല്ല സുഖമുണ്ട് വിലന്ന് കയറിയിരിക്കുക. എന്തായാലും കൊള്ളാം സിംഹാസനത്തിൽ കയറിയിരിക്കാനായിട്ട്. ഇതും അതുപോലുള്ള ഓരോ സെറ്റുകളാണ് കേട്ടോ. ഷൂട്ടിങ് ചെയ്യാനായിട്ടുള്ള സെറ്റുകൾ, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവില്ല, അതുപോലത്തെ സെറ്റാണ്. ശരിക്കും ഇതൊക്കെ നമ്മൾ തൊട്ട് നോക്കിയാൽ ഉള്ളു പൊള്ളയാണ്, ഉള്ളിലും ഒന്നുമില്ല. കുറേ ഉണ്ട് ഇവിടെയൊക്കെ. ഇങ്ങനെ നിറച്ചും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ബിൽഡിങ് തന്നെയാണ്. അതുകൊണ്ടത് പോസ്റ്റ് ഓഫീസായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. So ladies and gentlemen, welcome to the grand closing ceremony and get ഇപ്പം നമ്മളിത് ക്ലോസിങ് സെറിമണിയാണ്. 5:30 വരെയാണ് ഇവിടെ ടൈമുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് 1500 രൂപ കൊടുത്ത് നമ്മളിത് കാണുമ്പോൾ ശരിക്കും കാണാനുണ്ട്. പക്ഷെ അത് വേർത്താണ്, ഇത്രയും കാണാനുണ്ട്. നമുക്കിതൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനുള്ള കോർണറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇവരുടെ തന്നെ ബസ്സിൽ കയറിയിട്ട് പുറത്തുണ്ടാകും. നമ്മളിനി പുറത്തെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഊബർ വിളിച്ചിട്ട് പോകാം. അവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. ഹൈദരാബാദ് വന്നിട്ട് ഹൈദരാബാദി ഫുഡ് കഴിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കഫേ ബാഹർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഭയങ്കര തിരക്കാട്ടോ ഇതിനകത്ത് കയറിയപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി കാശ്മീരി ചിക്കനും വാങ്ങിച്ചു. പിന്നെ ഒരു ഹൈദരാബാദി ബിരിയാണി വാങ്ങിച്ചു. ഹൈദരാബാദിൽ വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒന്ന് ഹൈദരാബാദി ബിരിയാണി പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, കുറച്ച് കൂടുതൽ സ്പൈസിയാണ്, എന്നാലും ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇപ്പോൾ ഇവിടെ ചിക്കും സൈറ്റാട്ടനും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ, എനിക്ക് നടന്നിട്ട് കാലൊക്കെ നല്ല വേദനയുണ്ട്. സാധാരണ 8:30 വരെ മറ്റോ പൂളുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ നാളെ പുലർച്ചയ്ക്ക് പോവുകയും ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് സമയം തുറന്നു തന്നതാണ്. അപ്പോൾ അവർ രണ്ടുപേരും വെള്ളത്തിലാണ്, ഫുൾ വെള്ളത്തിലാണ്. ഞാനിവിടെ പുറത്തേക്ക് ഇരിക്കുക കേട്ടോ. ശരിക്കും ഇതിപ്പോൾ ഇവിടുന്ന് നമ്മളിവിടെ വന്നു കഴിയുമ്പം ആ ഒരു സെക്രട്ടേറിയറ്റ് ഇങ്ങനെ നോക്കി പോകും. അത്ര ഭംഗിയാണ് ആ സെക്രട്ടേറിയറ്റ് കാണാനായിട്ട്. തെലുങ്കാന സെക്രട്ടേറിയറ്റ്. കുറേ സമയം ഇവർ വെള്ളത്തിലൊക്കെ കളിച്ച് പിന്നെ പുറത്തിറങ്ങി. ഇനി ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിക്കാൻ പുറത്ത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ താഴെ വന്നപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നി. നല്ല രസമാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പിസ്ത ഹൗസിൽ എന്തായാലും കയറണമെന്ന് ചിക്കുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഹലീം ഓർഡർ ചെയ്തു. മട്ടൺ ഹലീമാണ്. ഇപ്പോൾ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ ഹലീം കഴിക്കാതെ പോകരുതെന്നാണ് പറയുക. ആദ്യമായിട്ടോ ഞങ്ങളിത് കാണുന്ന സംഭവം. ഇപ്പോൾ ഒരു സൂപ്പ് പോലെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ സൂപ്പ് പോലെയല്ല, കുറച്ച് തിക്കായിട്ട് പൊറിച്ചൊക്കെ പോലെ ഉണ്ടാവും. നമ്മുടെ ഓട്സൊക്കെ വേവിച്ചാൽ എങ്ങനെ ഉണ്ടാവും, കുറുക്കി വെച്ചാൽ അതുപോലെ ഇരിക്കുന്നു കാണാനായിട്ട്. മട്ടനാണ് അത് മുഴുവനായിട്ട്. ശരിക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് ആദ്യമായിട്ട് കഴിക്കുകയാണ് സംഭവം. ഇതിൽ ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുന്നോട്ടാണ് നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ സ്പൈസി ആണെന്ന് തോന്നുന്നില്ലെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വിവരം അറിയും കേട്ടോ. പക്ഷെ ഇവിടുത്തുകാർക്ക് അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളൊന്നും അത്രയും സ്പൈസി ആയിട്ടുള്ളത് കഴിക്കാത്തവർ പോകുമ്പോൾ അത് ഇച്ചിരി നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ സൂപ്പ് വാങ്ങിച്ചു. സൂപ്പ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പായിരുന്നു. പിന്നെ നമ്മൾ പൊറോട്ടയും നാനും ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് കഫേ ബാഹറിനൊക്കെ ഇനി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിന് ചേരുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പം നല്ല രാത്രി ആയിട്ടുണ്ട്. ഇനി പോയി കിടന്ന് ഉറങ്ങണം. രാവിലെ 5 മണിക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ പുലർച്ചെ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. 5:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഒരു 3:30ക്കെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 2:30ക്ക് ഇതാ ഊബർ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2:30 ആകുമ്പോഴത്തേക്ക് എത്തും. ചിക്കുവിന് ലീവില്ല. ഇന്ന് രാത്രിത്തെ ട്രെയിനിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ചിക്കുവിന് പോകാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഹൈദരാബാദ് യാത്ര? എല്ലാവരും എൻജോയ് ചെയ്തോ? ശരിക്കും ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. രാമോജി ഫിലിം സിറ്റി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?
ശരിക്കും രാമോജി ഫിലിം സിറ്റിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പെട്ടെന്ന് പറ്റില്ല കേട്ടോ. കാരണം എന്നാലും നമുക്ക് ആ ഒരു ഫിലിമി ദുനിയ എന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ ഓപ്പൺ ട്രെയിനിൽ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ കൂടെ പോയില്ലേ കുറച്ച് സമയം, നല്ല രസമായിരുന്നു. ഒരു ഫാൻറ്റസി വേൾഡിലായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു കെട്ട് നമ്മുടെ തലയിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയോ? എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളത് പോകുന്ന സമയത്ത് നമ്മൾ മുമ്പ് കണ്ട സിനിമയായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. സിനിമയെ ഇഷ്ടപ്പെടാത്തവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു സിനിമയല്ല അല്ലേ. പണ്ട് ഷേക്സ്പിയറിൻ്റെ ഒരു പോയം ഉണ്ടായിരുന്നു, ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഞാൻ ചിക്കുവിന് സ്കൂളിൽ റെസിറ്റേഷന് വേണ്ടി ഞാനത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഞാൻ മനഃപൂർവ്വം പഠിപ്പിച്ചത് തന്നെയാണ് കേട്ടോ, അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്റ്റേജാണ്. അതിലെ അഭിനേതാക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വന്ന് നമ്മുടെ പാർട്ട് അഭിനയിച്ച് പോകുന്നു. നമ്മൾ അച്ഛൻ്റെ റോൾ അഭിനയിക്കുന്നു, അമ്മയുടെ റോള്, കുട്ടിയുടെ റോള്, മകളുടെ റോള്, മുത്തശ്ശൻ്റെ റോള്, അങ്ങനെ പല റോളുകളും അഭിനയിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അതിനിടയിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നു, സ്നേഹിക്കുന്നു, വെറുക്കുന്നു, മറക്കുന്നു. അങ്ങനെ ഒടുവിൽ നമ്മുടെ റോള് കഴിയുമ്പം നമ്മൾ ഈ സ്റ്റേജ് വിട്ടിറങ്ങിപ്പോകുന്നു. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അത് തന്നെയല്ലേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അയ്യോ ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളായിരുന്നില്ല എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പാർട്ട് തീരുമ്പോൾ, നമ്മുടെ ആ റോള് തീരുമ്പോഴാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നേരത്തെ ആയിരിക്കാം, ചിലപ്പോൾ താമസിച്ചായിരിക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ പാർട്ട് ഈ ഒരു സ്റ്റേജിൽ. നമുക്ക് പോലും അറിയില്ല എപ്പോഴാണ് ആ പാർട്ട് അവസാനിക്കുന്നതെന്ന്. എന്നിട്ടാണ് നമ്മൾ ഈ അഹങ്കരിച്ച് നടക്കുന്നത്. എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊരു വിരോധാഭാസമല്ലേ. ഈ താഴെ കാണുന്ന ക്ലൗഡ്സിനെ പോലെ ആയിരുന്നെങ്കിൽ പരാതിയില്ല, പരിഭവമില്ല, പിണക്കമില്ല, പരസ്പരം സ്നേഹിച്ച് അങ്ങനെ ഒഴുകി നടക്കുകയാണ്. നമുക്കും അതുപോലെയാകാം അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതണേ. അതൊക്കെ വായിക്കുന്നതല്ലേ നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.